ഈ കോയിനെ കൊണ്ട് വല്ല ശല്യാണ്. ഹേയ് ഗായ്സ്, എനി ബ്ലഗ്സിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹേയ് ഗായ്സ്, ഇന്ന് നമ്മൾ രാത്രി ഷവർമ്മ കട ഇട്ടിരിക്കാൻ പോവാണ്. ഏതൊക്കെ പ്രേതവും ഭൂതമൊക്കെ വരുമെന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇത് റോബ്ലക്സിലുള്ളതാണ്. പീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റോബ്ലക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഹേയ് ഗായ്സ്, എൻ്റെ കൂടെ ഉള്ള ഒരു മാജിക് ബോംബ് എറിഞ്ഞിട്ട് കണ്ട ഈ സാധനമാണ് ഞാൻ ഇതാ ഓനോടും ചോദിച്ചു. ഈ വീഡിയോ ഓനോ റെക്കോർഡ് ചെയ്യേണ്ടതിന് ഞാൻ ആദ്യത്തിനെ പറയണേ, സൂക്ഷിച്ചിരുന്നോളി, ഇവിടെ ജംപ് സ്കെയർ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് കട തുറന്നേക്കാം. കട തുറന്നാലേ കസ്റ്റമേഴ്സ് വരുള്ളൂ കേട്ടോ. ഇതവിടെ കിടന്നുകൊണ്ടൊരു ചങ്ങായി ഇതവിടെ ഇരുന്ന് സേഫ്റ്റി റൂൾസൊക്കെ വായിക്കാൻ പറയുന്നുണ്ട്. നമ്മളെ ഷവർമ്മ കടയിൽ ഒരു സംഭവം ഉണ്ട്, കാണിച്ചു തന്നാ. ഇവിടെ തക്കാളി സോസ് ഉണ്ട്, ആയിട്ടാ. ഇവിടെ CCTV ഉണ്ട് കേട്ടോ. എൻ്റെ ഇവിടെ റേഡിയോ, എൻ്റെ ഒരു മനുഷ്യൻ, അല്ല ഇത് ഞാനാണല്ലോ. നമുക്കിത് തുറന്നു നോക്കുമ്പോൾ ഇത് CCTV ആണ്. നമുക്ക് ബാക്ക് ഭാഗം കടൻ്റെ ബാക്ക് ഭാഗം കാണാം. അല്ലെങ്കിൽ ബാക്ക് കൂടി ഏതെങ്കിലും പ്രേതം വന്നാൽ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. ഒരു കസ്റ്റമേഴ്സിനെയും കാണുന്നില്ല. ഏതായാലും ഇവിടെ ഒരു റൂൾ ഉണ്ടായിരുന്നു, ആ റൂളൊന്ന് വായിച്ചു നോക്കാം അല്ലേ എന്തൊക്കെ. വെൽക്കം ടു ദ നൈറ്റ് ഷിഫ്റ്റ്, സ്റ്റേ ക്ലാം ആൻഡ് ഫോളോ ദ റൂൾസ്, ബാക്കി ബ്ലാ 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 ബ്ലൂ ബ്ലൂ ബ്ലൂ. അങ്ങനെ നോക്കണമെങ്കിൽ 2 കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവൾമാർ പിശക്കത്തിയാളാണ്ടാ. പറയണമെങ്കിൽ ഒരു ഷവർമ്മ വെച്ചാണ്ട് 2 വരിക. നിങ്ങൾ 2 ആളും കൂടി പൈസ തന്നോണ്ടി. നിങ്ങൾ കണ്ടതാണോ ഞാൻ കണ്ടത്? ഇത് ഷവർമ്മ ഉണ്ടാക്കാതെ അവിടെ ഇങ്ങനെ നോക്കി നിന്നോ? അത് വേണോ? അവരെന്നെ പിടിച്ച് തിന്നാൽ അതിൻ്റെ തല കണ്ട ഡബ്ബർ പന്തിൻ്റെ പോലെ ഉണ്ട്. ഇതൊന്നും നോക്കാതെ ഞാൻ നിൽക്കേണ്ട പോലെ നിന്നാൽ മതി. എന്നാൽ ഞാൻ പണിക്ക് വരാം അല്ലേ. ഇത് ഷവർമ്മയാണോ ചപ്പാത്തിയാണോടാ? അത് ഇവിടെ പ്രേതണ്ട നോക്കണം, മേലെ താഴെ എല്ലാ സ്ഥലത്തും നോക്കണം. അല്ല ഇവരെ മുഖത്ത് നോക്കാൻ നിൽക്കണ്ട കേട്ടോ. പ്രേതം പിടിച്ച് തിന്നാലും നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ റൂൾസിൽ അങ്ങനെ ഉണ്ട്, മുഖത്ത് നോക്കാൻ പാടിയ പ്രേതത്തിൻ്റെ. ഇജ് എന്നോട് പണിയെടുക്കാൻ പറയും, എന്നിട്ട് ഇജ് മുന്നിൽ വന്നിട്ട് എന്നെ പണിയെടുക്കാൻ അയക്കൂല. എന്നിട്ട് ഇങ്ങനെ പറയോണ്ടിരിക്കും. അതിനല്ല, അത് ഞാൻ പണിയെടുത്തിട്ട് ഇഞ്ചി പണിയെടുത്താൽ മതി. കുറച്ച് നേരം അതിൽ പുട്ട് കാണിച്ചു തരില്ലേ? ബൽക്ക് ഞാൻ ശരിക്കും പുട്ടാ കൊടുക്കണ്ടി. നാജിക്ക ആ ഡബ്ബർ പോലത്തെ തലെടുത്താണ്ട് വലിച്ചു നീട്ടിക്ക. അതാ വലിച്ചു നീട്ടിയത്. ഷവർമ്മ കൊടുത്ത് പെട്ടെന്ന് വിട്ടൂടെ? ഇത് തെറ്റങ്ങൾ ഇത്ര നേരമായിട്ട് പോവാത്തേ. നിങ്ങൾക്കായിട്ടൊരു സർപ്രൈസ് ഒരുക്കാൻ വേണ്ടി നമുക്കൊരു CCTVയിൽ പോയി നോക്കാം. പ്രേതം ഉണ്ടാവുമായിരിക്കും. നോക്ക് കണ്ട ആരുമില്ല. ഒന്നുകൂടി നോക്കി. കണ്ട ആരുമില്ല. പിന്നെയും പറ്റിച്ചേ. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ആ 2 ഒഴിപ്പിച്ചിട്ടുണ്ട് കടയിൽ നിന്ന്. ഇനി അടുത്ത ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിക്കണം. നമുക്ക് ന്യൂ വണ്ണായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ കസ്റ്റമർ നോക്കണ്ട. നമുക്ക് CCTVയിൽ പോയി നോക്കാം. അത്താ കസ്റ്റമർ അപ്പം തന്നെ എത്തിയിട്ടാ. പ്രേതാന്ന് തോന്നുന്നു ഇയാള്. മിക്കവാറും പ്രാധാന്യ സാധ്യത. ഞാനിവിടെ നിൽക്കുമ്പോൾ ടെലിപ്പോർട്ടായി തള്ളാതെ കസ്റ്റമേഴ്സ് ഹോമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിനായിരിക്കുമല്ലോ. നമുക്കൊന്ന് നോക്കാം. പ്രേതമല്ല ഏതായാലും. ഞാൻ തള്ളിയതല്ല, എന്നാലും ഒരു ചെറിയ തള്ളല്. തള്ളി ഈ ഷവർമ്മക്കട തള്ളിയിടരുത് കേട്ടോ. ഹേയ് അങ്ങനൊന്നുമില്ല. ഞങ്ങൾ എപ്പോൾ നോക്കിയാലും വീഡിയോ അങ്ങനെ ഗെയിമിൻ്റെ വീഡിയോ എടുക്കുമ്പോഴേക്കരം വണ്ടിയാളും പുറത്തുനിന്ന് കോയും കാക്കച്ചും എല്ലാം കൂടി ഒച്ച ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു ഈച്ച പോണ ഒച്ച പോലും ഉണ്ടാവില്ല. അത് ഞങ്ങൾ ഇതിനെ കൊടുക്കട്ടെ, അല്ലെങ്കിൽ പ്രേതം പിടിച്ച് തിന്നു നമ്മളെ. അപ്പോൾ നമുക്ക് കുബൂസ് കൊണ്ടുപോയിട്ട് അവിടെ വെക്കാം. ഇത് വെറുതെ അല്ല, പുട്ട് പറഞ്ഞല്ലേ. പുട്ട് പറഞ്ഞ വെക്കാം കേട്ടോ. അതിൽ വെക്കല് ടേക്ക് ആൻഡ് പുട്ടാണ്. അതെനിക്കറിയാം. ഇംഗ്ലീഷ് അറിയാത്ത എന്നാണ് നീ പിടിച്ചോട് നിൽക്കണം റോബ്ലോക്സ് കളിച്ചാന്? ഇംഗ്ലീഷ് അറിയാതെ നീ ഇങ്ങോട്ട് കളിക്കാൻ പറ്റുന്നോ? അങ്ങനൊന്നും പണിയാൻ പാടില്ല. പണിഞ്ഞാൽ പിന്നെ പണിയാവും. ആർക്കും ഒന്നും മനസ്സിലായില്ലല്ലോ അല്ലേ. ആദ്യം നമുക്ക് ഇതാദ്യം കൊടുത്തയച്ചിട്ട് പറഞ്ഞേക്കാം. ഇതാരവിടെ തുണി അയച്ച വണ്ടിയെ? അയ്യേ അങ്ങനൊന്നും പറയരുത്. അപ്പോൾ നീയാണ് അയച്ചിട്ട് വണ്ടിയെ? ആരയച്ചിട്ട് വണ്ടിയല്ലേ പോലെ ഞാൻ വിളിച്ചിട്ടാണ്. ഹലോ, നിങ്ങളുടെ ഡ്രസ്സ് ഇവിടെ പോയിട്ടുണ്ട്, ഞാൻ കൊണ്ടുതരാം. അല്ലെങ്കിൽ വേണ്ട, ഡെലിവറി ചെയ്യാം. ഇത് നോക്കിക്കത് വേറെ എന്തെങ്കിലും നോക്കടാ. അതാ വരണു. അതാ നോക്ക് സുന്ദരൻ അഗെയിൻ. സുന്ദരൻ നിന്റെ തന്ത. ഇറ്റ് ഈസ് ഓക്കേ, ഐ റിഗ്രറ്റിംഗ് മൈ വേർഡ്സ്. കസ്റ്റമർ എത്തോ പറയണ്ട്. ഫ്രിഡ്ജിൽ സോഡ എടുത്ത് കൊടുക്കണം തരുമോ? നീ പ്രേതം ഇവിടെ എത്രയായി? ഹാർട്ട് അറ്റാക്ക് വരത്ത് നന്നായി. അതെ ഇതാരാ കൈ ഹായ്. എവിടാ കസ്റ്റമർ എവിടെ പോയി? നിങ്ങൾക്ക് ഐഫൈ തന്നിട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനല്ലേ?
അതിങ്ങോട്ടുള്ള ഇവിടെ ഇങ്ങനെ പണിയെടുക്കാതെ ഇങ്ങനെ കൈ വന്ദിച്ചിരിക്കുമ്പോ ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി വെറും അതും എന്നെ കണ്ടിട്ട് എനിക്കൊരു ഷവർമ സോഫ്റ്റ് ആയിട്ട് കേട്ടോ ഈ കസ്റ്റമർ ഇവിടുത്തെ എടുക്കടാ പഞ്ഞി ഒരു സോഫ്റ്റ് ഷവർമ എടുക്കും എനിക്ക്. ഇവിടെ പഞ്ഞിയാ, ഇവിടെ പന്നിയുണ്ട്. ആ ഫ്രിഡ്ജിന്റെ മൂലൊക്കെ ഇരിക്കുന്നുണ്ട്. എടാ പന്നി കൊടുക്കുന്ന ഹറാമാടാ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും തിന്നാൻ കൊടുക്കണല്ലേ? പോടാ. ഇതിനോട് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. വേഗം ഇതിനെ കൊടുത്തേ. ഈ കടനെ ഞാൻ സൂക്ഷിച്ചു നോക്കുന്നത് ഞാനല്ലാതെ ഈ ഭൂതമായിട്ട് ഞാനല്ലാതെ വേറെ ആരാള്? ഏയ് ഭൂതമേ, ഇമോഷണൽ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന അത് പറ്റൂലട്ടാ. പോയേ അതാ ഞങ്ങൾ മറന്നുപോയി നിങ്ങളോട് കാര്യം പറയാനേ. മറന്ന് സബ്സ്ക്രൈബ് ചെയ്യല്ലാതെയും വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടാ. നിങ്ങൾക്ക് അല്ലെങ്കിലും സബ്സ്ക്രൈബേഴ്സിനെ മതിയല്ലോ. ആ അല്ലെങ്കിലും അങ്ങനെ തന്നെ. എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ലൈക്കും കൂടി ചെയ്യും. ആ ഭൂതത്തിനെ നോക്കാതെ നമ്മൾക്ക് പണി നോക്കടാ. അവിടെ കസ്റ്റമർ വരുന്നു. ഈ ഭൂതം കാരണം ആ കസ്റ്റമറും പോയി. എന്താ അതന്നെ. ഇനി ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം. അതാ അടുത്ത കസ്റ്റമർ വരുന്നുണ്ട്. ആരപ്പത്? വെള്ള ടൗസറും വെള്ളക്കുപ്പായോ ജയിൽ പുള്ളിയാണെന്ന് തോന്നുന്നു. എന്താടാ ഇയാൾ ഇങ്ങനെ നിൽക്കുന്നത്? എന്താടാ ജനാല ചോട്ടി പൊളിച്ചോ നോക്കുന്ന? ജനാല പൊളിച്ചാൽ നിൽക്കണ്ട, ഈ ഭൂതത്തിന് വേണമെങ്കിൽ വന്ന് പൊളിച്ചോ. എപ്പോ നോക്കിയാലും എന്നെ തന്നെ പറയുള്ളൂ. ഇയാൾ ഇവിടെ കിടന്നതാ ചോട്ടി പൊളിച്ചണ ഈ ജനാല. ഇയാൾ ഈ ജനാല പൊട്ടിച്ചിട്ടേ പോകുന്ന. വട കളിക്കാൻ വട തല്ലാണ്ട എൻ്റെ അടുത്ത് മുട്ടണ്ട. ഞാൻ വരടാ. 2 ഇഷ്ടക്കേറ്റി തലക്ക് കുത്തി കയറ്റിട്ട് തൊള്ളിയിൽ ഞാൻ ഷവർമ ഇടണം തിരിക്കുന്നു. എന്നാ ആദ്യം തന്നെ പറയണ്ടേ, 2 ഷവർമ ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നല്ലോ. നിങ്ങൾ റോബ്ലക്സ് കളിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റോബ്ലക്സിലെ നെയിം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. കുറച്ചുപോലും ഇങ്ങനെ പറയൂല. ഇനി അടുത്ത പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റിൽ അറിയിക്കട്ടെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇതെന്താ ഇയാൾ പോവത്തേ? നിങ്ങളിത് കാണുക. പെട്ടെന്ന് അവിടെ അന്തരീക്ഷം മൊത്തം മാറി മറിഞ്ഞു പോണു. ഇവിടെ പൊടിപ്പടലെല്ലാം കീറിയിരിക്കണം. മഞ്ഞണഞ്ഞി പൊടിപ്പടലും ബാക്കത്താളെ അമ്പക്കം വിട്ടതാണ്. കണ്ടോ ഇവിടെ മൊത്തം നീല കളറായിട്ട് മഞ്ഞിച്ചിരിക്കണ്. എന്തോ ഒരു തകരാറ് പോലെ. നീ പിന്നെയും തുടങ്ങിയോ? കടയുടെ വിൻഡോ അടിച്ചിട്ടുണ്ട്. എന്താ അറിഞ്ഞൂടെ, പറയണെല്ലാം തെറ്റി പോകുന്നുണ്ട്. എന്നാലും നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടീലേ. നല്ല സോങ് അല്ലേ അത് അമ്മൂമ്മ വന്നു ഇവിടെ കടയിൽ. അമ്മമ്മേ ഷുഗർ ആവൂലേ? അല്ലേ ഷുഗറോ? ഗൈസ്, അപ്പം അമ്മൂമ്മേനെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഹൈപ്പ് പറഞ്ഞ എന്തോ പുതിയ സാധനം വന്നിട്ടുണ്ട്, അതും കൂടി നോക്കി കൂട്ടാ. ഹായ് ക്രിസ്മസ് അപ്പൂപ്പൻ, ഗിഫ്റ്റ് തരുവാ. മേരി ഈവനിങ്. നിങ്ങളിപ്പോ പുതിയ ഷവർമ കട തുടങ്ങിയ നല്ലത് തന്നെ. ക്രിസ്മസ് അപ്പൂപ്പ ദൂരയാത്രക്കാണോ പോന്നേ? ഈ പറഞ്ഞ എല്ലാ രാത്രിയിലും അപ്പൊ നിങ്ങൾ സൂപ്പർമാൻ ആണോ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടേ. ഒരു ഷവർമ മതിയോ? അതിന്റെ ഒപ്പം തണുത്ത സോഡയും കൂടി ആയിക്കോട്ടെ. നോർത്ത് പോളിൽ നല്ല തണുപ്പാണ്. എല്ലാം കൂടി ഒരു 200 രൂപ. നോക്കടാ ആ വെള്ളിപ്പയ്യേ അല്ല ക്രിസ്മസ് അപ്പൂപ്പൻ പാവത്താ. നമ്മുടെ കടക്ക് വേണ്ടി ഒരു പുതിയ ഡാൻസറിനെ വെച്ചോണ്ട് ഇയാൾക്ക് പറക്കാനൊക്കെ കഴിവുണ്ട്. സൂക്ഷിച്ച് നോക്കിയോളൂ. നിങ്ങൾ ഡാൻസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കി നോക്കേ. പെട്ടെന്ന് അതെന്ത് വിമാനം പോയി വെച്ചാ? എന്ത് പണ്ടാറാണ് ഇപ്പം ഉണ്ടായത്? ഞങ്ങൾക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റണില്ല ഗൈസ്. ഞാൻ ഇങ്ങനെ പേടിക്കൂല. ഞാൻ അന്നെ പോലല്ല. ഞങ്ങൾ പേടിക്കാത്തോണ്ട് പേടിക്കാത്തോണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഉറപ്പായിട്ടും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം.